അടിപൊളിയാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഡബിൾ തംസപ്പ് ആണ്. മറ്റേതും കിടങ്ങായിരുന്നു, പക്ഷെ ഇത് വേറെ ലീഗ് സാധനം ഉണ്ടാ. വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ മുസാഡ് മറുനാടൻ കഫേ പോർക്ക് ഹബിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഫുഡ് കഴിക്കാൻ പോകണം, അവിടെയാണ്. കഴിച്ചു നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ കത്രക്കടവ് പാലത്തിൻ്റെ അടിയിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നോക്കട്ടെ, കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. കോട്ടൊക്കെ കൊള്ളാം, ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇഷ്ടപ്പെട്ട് ഫുഡ് പോർക്ക് ഓൺ യുവർ ഫോർക്ക്. രസമാണ് ഇന്റീരിയറൊക്കെ എന്തായാലും ശരിയാക്കണത്. അതാണെന്ന് തോന്നണം. അതല്ല, അതിൻ്റെ മുകളിലാണ്. അവിടെ കറക്റ്റായിട്ട് പോർക്കിൻ്റെ ഓരോ ഭാഗങ്ങളും കാണിച്ചിട്ടുണ്ടല്ലോ. സ്റ്റീവ് ജോബ്സ് ആണോ? ആരാണ്? ജോൺ ലെനൻ. ആരത് മനസ്സിലാവണല്ലോ. ബുദ്ധനൊക്കെ ഇരിക്കുന്നത്. ഇനിയും കയറണം മുകളിലേക്ക്. ഇവിടെ എന്താ? ഓ അയ്യോ, മുകളിൽ കയറിയപ്പോഴേക്കും കുറച്ച് ഫുഡ് കൂടുതൽ കഴിക്കാനുള്ള ഒരു ആപ്പറ്റൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ റൂഫ് ടോപ്പ് കൊള്ളാട്ടോ, നല്ല ഭംഗിയുണ്ടാണ്. സ്റ്റെപ്പ് കയറി ഞാനിപ്പോൾ പദം വന്നിട്ടാ. നല്ല അടിപൊളി വാഷ് ഏരിയ. ഇതിൽ എ സി മുകളിൽ. ഇവിടെ ഓപ്പൺ കിച്ചൺ വിത്ത് റൂഫ് ടോപ്പ് കേട്ടോ. ഓപ്പൺ കിച്ചൺ. കൊള്ളാലോ. മെനു എനിക്ക് ബോധിച്ചിട്ടാ, നല്ല അടിപൊളി മെനു. അപ്പോൾ എന്തായാലും പോർക്ക് ബാർബിക്യൂ വിത്ത് ഫ്രൈസ് ആൻഡ് വെജീസ്, അതൊന്നും പറയാം. എന്തായാലും ഫിലിപ്പീനോ ഏതാ വേണ്ടത് എനിക്ക് അതിനകത്ത്? അഡോബോ ആണോ? അഡോബോ. അതിൻ്റെ അടിയിലുള്ളതിൽ പോർക്ക് സ്ലൈസ് ആൻഡ് പീനട്ട് ബട്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട. മെക്സിക്കൻ, ഇറ്റാലിയൻ, ഫിലിപ്പീനോ, ഗോവ ടൈപ്പ് ഓഫ് പോർക്ക് ഐറ്റംസും കിട്ടും. എന്തായാലും കുറച്ച് വരേണ്ടി വരും അല്ലേ? ഇതെന്താന്ന് വായിച്ച്? പോർക്ക് ചോപ്പ് ബിരിയാണി. നമ്മള് കൊച്ചിയിൽ ഒരേ ഒരു പോർക്ക് ബിരിയാണി കണ്ടിട്ടുള്ളൂ, അത് ബിന്നമാസിലാണ്. പിന്നെ കാണുന്നത് ഇതാണ്. പക്ഷെ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. പോർക്ക് ചോപ്സ് ആയതുകൊണ്ടാവാം. ഒരു ദിവസം എന്തായാലും വന്ന് കഴിച്ചു നോക്കുന്നതാണ്. ഈ അഡോബോ എന്ന് പറയുന്ന ഡിഷ് ഭയങ്കര സോൾട്ടി ആണെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് അനുപ ബാക്കൗട്ട് ചെയ്തു. 20-25 മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈമും ഉണ്ട് അതിന്. അനുപയ്ക്ക് അതിനുള്ള ക്ഷമയില്ല. ഇവിടെ ഗോവൻ റിബ് വിന്താലും ഒക്കെ ഉണ്ട്. അമ്മ ഭയങ്കര ഹാപ്പി ആവട്ടെ അത് കാണുമ്പോൾ. കൂടാണ്ട് ഇത് നാടൻ ഫുഡ് ഇഷ്ടമുള്ളവർക്കായിട്ട് പോർക്കിൻ്റെ നാടൻ ഐറ്റംസ്, അത് ഞങ്ങൾ വീട്ടുകാരായിട്ട് വരുമ്പോൾ കഴിക്കാട്ടോ. എനിക്കിപ്പോൾ നാടൻ ഫുഡ് കഴിക്കാൻ ഒരു മൂടുമില്ല. ഇത് പുൾഡ് പോർക്ക് ബാർബിക്യൂ സാലഡ്, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സ്റ്റാർട്ടർ ഐറ്റംസ് വേറെ. പോർക്ക് റിബ് ബാർബിക്യൂ, കനേഡിയൻ ബേക്കൺ റോള്, പോർക്കിൻ്റെ സൂപ്പ്, ഇത്തിരി കുറേ സാധനങ്ങളുണ്ട് കേട്ടോ വേറെ. കൊള്ളാം, ഈ മെനു കൊള്ളാം. നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എന്തായാലും. ആദ്യം ഓർമ്മ വന്ന എന്താണെന്ന് പറയുമോ? ടെറസ് ബൈ മക്കാവ്. ഭയങ്കര സിമിലർ വൈബ്. അവിടെ അടഞ്ഞാണ് ഇരിക്കുന്നത്. ഇവിടെ എന്തോ അതായിട്ട് എന്തോ ഒരു സാമ്യത എനിക്ക് ഫീൽ ചെയ്തു. ഞങ്ങളൊരു പോർക്ക് സിസ്ലറും കൂടി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പോർക്ക് ബാർബിക്കും മുകളിൽ കാണുന്നതും പോർക്ക് സിസ്ലർ രണ്ടും പറഞ്ഞാണ്. പോർക്ക് സിസ്ലർ ഇല്ല, അതുകൊണ്ട് ചേട്ടൻ റെക്കമെൻഡ് ചെയ്ത റേറ്റും ഉണ്ട്. കനേഡിയൻ ബേക്കൺ റോൾ വിത്ത് ചീസ്. അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണ് ചീസ് വളരെ ഇഷ്ടമാണ്. നമ്മൾ ദുബായി പോയപ്പോഴേക്കും ഫിലിപ്പീനീസ് ഫ്രൈഡ് ചിക്കൻ കഴിച്ച ഓർമ്മയുണ്ടോ? എവിടെ നിന്നാന്ന് പറയട്ടെ, നമ്മൾ ബുർജ് ഖലീഫയൊക്കെ കയറാൻ പോണേ മുന്നേ ദുബായ് മോളിൽ നിന്ന്. അത് നല്ല ഉപ്പായിരുന്നു. ഈ ഫിലിപ്പീനോസിൻ്റെ ഫുഡ് എല്ലാം നല്ല ഉപ്പായിരിക്കും. അതാണ് ഈ അഡോബോം നല്ല ഉപ്പാണെന്ന് പറഞ്ഞു കേട്ടാ. ഇപ്പോഴാണ് എനിക്ക് കത്തിയത് പെട്ടെന്ന്. എനിക്ക് അവിടുത്തെ ആ ജാപ്പനീസ് റാമൻ കഴിക്കാത്തതിൻ്റെ സങ്കടം ഇപ്പോഴും ഉണ്ട്. അടുത്ത പോകുമ്പോൾ എന്തായാലും കഴിക്കണം. അത് സാധനം കണ്ടിട്ട് തന്നെ കിട്ടില്ല കേട്ടോ, കാണാൻ സൂപ്പർ. ഇത് ചൂടോടെ തന്നെ കഴിക്കണം, വേഗം തന്നെ കഴിക്കാം. പക്ഷേ ഈ ഡിഷ് കാണാൻ ഒരു രക്ഷയില്ല, നല്ല മണമൊക്കെ ഉണ്ട്. എന്തായാലും കഴിച്ചു നോക്കട്ടെ. ഓക്കെ, എങ്ങനെയുണ്ട്? ഒരു പീസ് എടുത്ത് കഴിച്ചല്ല? കഴിച്ചില്ലേ? എൻ്റെ ഇതൊന്ന് അലുവ പോലെ എന്തിട്ടുണ്ടാ? ആണോ? സൂപ്പറാണോ? ഇത് നല്ല പോലെ വന്നിട്ടുണ്ടോ? കൊള്ളാലോ. ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടാ. കഴിക്കണ്ടപ്പോൾ എനിക്ക് കൊതിയായി. ഞാൻ കഴിച്ചു നോക്കട്ടെ.
കഴിച്ചു പോയിട്ടില്ല. അടിപൊളിയാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓ കിടിലം, അടിപൊളിയില്ലേ. നല്ല ഫ്രൈസും. ഞാൻ ഫ്രൈസ് കഴിച്ചില്ല. ഞാൻ ഇടക്കിടക്ക് ഫ്രൈസ് കഴിക്കുന്നു. ഞാൻ പാക്കിയ പൈസ നല്ല പ്രശ്നം. പൈസ കഴിച്ച പോലെ അത് അടിപൊളിയായിട്ട് ഒന്നും പറയാനില്ല. കൊറിയൻ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ച പോലെ ഫീല് അല്ലേ? പോന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതാ, അടിപൊളി. നല്ല സ്മോക്കി ഫ്ലേവർ ഉണ്ട് അതിന്. നല്ല അസലായിട്ട് വെന്തിട്ടുമുണ്ട്, നല്ല രുചി. പക്ഷെ ഞങ്ങൾക്ക് ഈ ഡിഷ് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് നോക്കിയും നല്ല ഫ്രഷൊക്കെ ആയിട്ട് വെന്തിട്ടുമുണ്ട്. ഇവരിട്ടേക്കണം ബട്ടർ വെജീസ് ആയിക്കോട്ടെ, അതിനകത്തുള്ള എല്ലാ കണ്ടൻറ്റും സൂപ്പറാണ്, നല്ല ടേസ്റ്റ്. അത് മാത്രമല്ല അവർ ചുമ്മാ ബട്ടർ വെജീസ് ചെയ്യണം, അതായത് ബട്ടർ മുളകൊക്കെ ഇട്ട് കുറച്ച് ഗാർണിഷൊക്കെ ചെയ്ത് അതിനകത്ത് ഹേർബ്സൊക്കെ പുരട്ടിക്കുള്ള സൂപ്പറായിട്ടുണ്ട്. ഈ മീറ്റ് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. അതെ നോക്കിക്കോ നിങ്ങൾ, ഒട്ടും എഫേർട്ടിൻ്റെ ആവശ്യമില്ല, വെറുതെ ഇങ്ങനെ കാണിച്ചാൽ മതി. അത്രയും പെശയായിട്ട് വെന്തേക്കണത്. നോക്കി ആയി ഇറച്ചി എല്ലിന്ന് വിട്ടുപോകണമെങ്കിൽ അതൊക്കെ സിമ്പിൾ. വെറുതെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മൊത്തം ഒരു വരും. കിട്ടില്ലോ അനുപേടാ ഇരിക്കണുണ്ട് എങ്ങനെയാണ് ഈ ഇറച്ചി. കിട്ടില്ലോ, സൂപ്പർ. എൻ്റെ അഭിപ്രായത്തിലേ നമ്മളിവിടെ വന്നിരുന്നാൽ നന്നായി. ഇവിടെ ഇരുന്നാണ് ഇത് കഴിക്കേണ്ടത്. കാരണം അടിയിൽ എ സി ഇരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് തണുത്തു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ റൂഫ് ടോപ്പിൽ ഇരുന്ന് കഴിക്കണം, പക്ഷേ എല്ലാ ആൾക്കാരും അടിയിൽ നിന്ന് ഫുഡ് കഴിക്കണം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ വന്ന് കഴിക്കണം, എന്നാലേ ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ മൊത്തത്തിൽ. ഈ പീസിൽ വന്നിരിക്കുന്ന ആ ഫാറ്റ് പോർഷൻ നോക്കി പോർക്കിൻ്റെ അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം പോലെ. അനുപേട രണ്ടാമത്തെ ഐറ്റം വന്നിട്ടുണ്ട്. അതന്നെ ഇതിന്റെ പേരെന്തായിരുന്നു? ഇതിന്റെ പേരെന്തായിരുന്നു അത് പറഞ്ഞല്ല. അയ്യോ ഇതെന്റെ പേര് പറഞ്ഞായിട്ടാ. ബില്ല് വരുമ്പോൾ കാണിച്ചു തരാം. പക്ഷെ ഇതിന്റെ പേര് കനേഡിയൻ ബേക്കൺ റോൾ വിത്ത് ചീസ് എന്നാണ് കേട്ടോ. ചേട്ടൻ പറഞ്ഞു തന്നായിരുന്നു, മറന്നുപോയി. ഇത് കഴിച്ചപ്പോഴേക്കും എൻ്റെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ ഇതിൽ മുഴുകിപ്പോയി. എനിക്കിഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും അതിനകത്തുണ്ട്. ആ മുഴുവത്താ എടുത്ത് കടിച്ചാൽ എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുമെന്ന് തോന്നാം. പ്ലേറ്റ് എടുത്ത് പിടിച്ചോ, കണ്ടിട്ട് അത്യാവശ്യം ജ്യൂസ് ചെയ്യാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? ഹെവിയാണോ? ആ തോന്നി കണ്ടപ്പോഴേക്കും. ആ പ്ലേറ്റ് എടുത്ത് കൈ പിടിക്കുമോ? കാരണം നിന്റെ തലയും പ്ലേറ്റും തമ്മിൽ ഭയങ്കര അകലം. ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെവി ഡിഷാണ്. ഇവര് ബേക്കൺ മേടിച്ചേക്കണതല്ല, ഇവര് തന്നെ ഉണ്ടാക്കിയേക്കണതാണ് അല്ലേ? അത് ഭയങ്കര നല്ല കാര്യമാണ്. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? ഈ ഡിഷൊന്നും നിങ്ങൾ പാർസൽ മേടിക്കരുത്, ഇവിടെ വന്ന് കഴിക്കണം, എന്നാലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ചൂടോടെ തന്നെ കഴിക്കണം. ഇതൊന്ന് കഴിച്ചു നോക്കല്ലേട്ടാ. അയ്യോ എൻ്റെ പച്ചക്കറികളൊക്കെ പോണു. എൻ്റെ മുകളിലെന്താ സൂപ്പറാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഈ ഇറ്റാലിയൻ ഡിഷാണോ? എനിക്കറിയില്ല. ആ കനേഡിയൻ അതെ. എന്ത് പോത്തുംകാലിൻ്റെ മദ്യമൊക്കെ കഴിയുന്ന പോലെ അല്ലേ? ഓ കിടിലൻ സാധനം. ഒരു നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തെറ്റായി എടുക്കരുത്. ഒരു സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് പോലെ ഇല്ലേ ഇല്ലേ? പ്രസന്റേഷനും അല്ല, പ്രസന്റേഷനും സൂപ്പറാണ്. ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെയാണ് ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ തുറന്നു പറയണേ, ഇവിടെ ചില ഹോട്ടലിൽ പോലും ഇല്ല അത്ര നല്ല ടേസ്റ്റ്.
എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡബിൾ തംസപ്പാണ് ഈ മറ്റേതും കിടിലായിരുന്നു. പക്ഷെ ഇത് വേറെ ലീഗ് സാധനം ഉണ്ടാ. എനിക്കൊന്നും ഒരാൾക്ക് ഒരെണ്ണം മതി അല്ലേ ഒരു പീസ്. സത്യമയ്യോ ഞാൻ മത്തായിപ്പോയി. മിക്കവാറും 2 എണ്ണം പാർസൽ അടിക്കേണ്ടി വരും. നല്ല ഹെവിയാണ് ഇത്. 4 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോകേണ്ടി വരും നിങ്ങൾ, ഗ്യാരണ്ടി. ഒരാൾ 4 എണ്ണം കഴിച്ചാൽ അവനെ ഞാൻ തൊഴിവട്ടാം. ഞാൻ വിചാരിച്ചായിരുന്നു എന്ത് ഈ മൊസാഡെന്നാണ് വിചാരിച്ചത്. ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല, ഇത് ഈ സോസിൻ്റെ പേരാണ്. ഇവരിത് ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കുന്നു. ഇത് മുരിങ്ങയുടെ തോല് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കണ, നട്ട്സൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു സോസാണ്. ഇത് ബേസിക്കലി ചെയ്യുന്നത് ഇത് കഴിച്ചുമ്പോൾ മത്ത പോലെ ആ മത്തായിനെ നോർമലാക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ അനുഭവല്ലേ, ഇപ്പോൾ മത്തായിയാണ്. അപ്പോൾ തിരിച്ച് അനുഭവമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോസ്. സ്റ്റാഫിനെ നിർത്തുമ്പോൾ ഇതുപോലുള്ള സ്റ്റാഫിനെ ഇവിടെ നിർത്തണം അല്ലേ. ആ ചേട്ടന് ഇതിനെപ്പറ്റി നല്ല വിവരമുണ്ട്. ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞു തന്നിട്ടാ. ഈ മസ്റ്റാർഡ് സോസ് എന്ന് പറഞ്ഞ സാധനം വെള്ള മസ്റ്റേർഡ്, മുരിങ്ങയുടെ തോല്, കുറേ സാധനങ്ങൾ ഇഷ്ടംപോലെ പൂവമ്പഴം വരെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടൊരു സോസാണ്. ഇത് ലാറ്റിൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ വീടുകളിൽ പൊതുവെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സാധനം 4 എണ്ണം വന്നതിൽ 2 എണ്ണം ഒരെണ്ണ വിധം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. കട്ട ഹെവിയാണ് ഈ സാധനം. പക്ഷെ ഞാൻ പറയും നിങ്ങളോട് വേണമെങ്കിൽ ഇതൊന്ന് കഴിച്ചു നോക്കുന്നത്, കാരണം പൊളിയായിട്ടുണ്ടാ. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ പാർസൽ എടുത്തുകൊണ്ട് പോകേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ പാർസൽ ചെയ്യാൻ പറയാനേ. ഈ മസ്റ്റാർഡ് സോസ് ഒന്ന് കഴിച്ചു പോലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് തീർത്തു. മറ്റേത് പാർസലും പറഞ്ഞു. ഇനി കഴിച്ചു നോക്കാം. മസ്റ്റർഡ് സോസ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് മസ്റ്റർഡ് സോസ് കുഴപ്പമില്ല. അനുഭവക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. പക്ഷേ നല്ല സ്ട്രോങ് സോസാണ്. പക്ഷെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഗുണം ആ മട്ടിപ്പ്, ഫാറ്റിൻ്റെ മട്ടിപ്പ് മാറുമെന്നാണ് പറഞ്ഞത്. അത് കഴിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്ന സാധനം എന്നാകട്ടെ വസാബി. അത്രയ്ക്കും ഉണ്ടോ? അത്ര സ്ട്രോങ് അല്ല, എന്നാലും ഇറ്റ്സ് വെരി സ്ട്രോങ്. ഞാനിപ്പോൾ കഴിച്ചിട്ട് പറയാം. എനിക്ക് ഉറപ്പായിരുന്നു അനുഭവക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ കഴിച്ചോ, മട്ടിപ്പ് മാറാൻ അത് സഹായിക്കുന്നു പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അല്ലെങ്കിൽ അനുഭവക്ക് മസ്റ്റേർഡ് ഇഷ്ടമല്ല. നല്ല സ്ട്രോങ് ആണത്. ബില്ലായിരിക്കുന്നത് 900 വേണ്ട. ഞാൻ കാർഡ് പേ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ കാർഡാണ് പേ ചെയ്തത്. അപ്പോൾ പാർസലും കിട്ടി. അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ ഇതിൻ്റെ ഓണർ ഷിപ്പിൽ എന്തുവായിരുന്നു. പുള്ളി അങ്ങനെയാണ് ഈ ഫുഡിനോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ തുടങ്ങിയതും ഇൻഗ്രീഡിയൻസ് ഒക്കെ തപ്പിപ്പിടിച്ച് വരാൻ ചെയ്യാൻ തുടങ്ങിയെന്നൊക്കെ. എന്തായാലും അത് കാണാനുണ്ട് പുള്ളിയുടെ ട്രാവലിൻ്റെ എക്സ്പീരിയൻസ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡ്. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഇവിടെ സ്റ്റെപ്പ് കയറി മുകളിൽ വരെ പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലി ഒന്നും എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അവർക്ക് നടക്കാൻ സ്റ്റെപ്പ് കയറാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ കാലത്ര സെറ്റല്ല. വീട്ടിൽ തന്നെ അമ്മ അങ്ങനെ സ്റ്റെപ്പ് കയറാൻ കുറവാണ്. പിന്നെ മോനിനെ ഒബ്വിയസ്ലി എനിക്ക് അറിയാലോ, അവനെ ഇത്ര മുകളിലൊന്നും എടുത്ത് കയറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാത്ത ഒരു പരിപാടി ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ ഒരു മേജർ ഒരു സെറ്റ് ബാക്കാണ് ഞങ്ങൾക്ക് ആസ് എ ഫാമിലി. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെനു ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഡ്രിങ്ക്സിൻ്റെ പ്രൈസ് എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഡ്രിങ്ക്സ് ഒന്നും ഓർഡർ ചെയ്യാഞ്ഞത്. അപ്പോൾ ഇത് 2 സംഭവങ്ങളും ഒഴികെ കിടിലം ഫുഡാണ്. എനിക്കെന്ത് തോന്നി? കിടിലം ഫുഡ് അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഓർഡർ ചെയ്ത ഡിഷ് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് 4 എണ്ണം കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണം ഇമ്പോസിബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. 4 എണ്ണം 4 പീസ് ഒരാൾക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണല്ലോ. അല്ല അത് അത്ര ഹെവി ഡിഷാണ്. ടേസ്റ്റ് കൊള്ളില്ലാത്തൊന്നും അല്ല, ടേസ്റ്റ് വേറെ ലെവലാണ്. പക്ഷേ ഭയങ്കര ഹെവി ഡിഷാണ്. ഇവള് ഒരു പീസും റിബ്സ് അവള് എത്ര പീസ് കഴിച്ചു? 1 പീസ് കഴിച്ചുള്ള. അപ്പൊ തന്നെ അവള് വേറെ പറഞ്ഞു നോക്കിയാൽ. പക്ഷെ ഇത് ഹെവി ഫുഡാണ്, അതാണ്